നമുക്ക് പുറപ്പാടിലേക്ക് വരാം. And we are in Exodus chapter 5. അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Now, you all know, you are all church members and you know the story of Moses. നമുക്ക് നമ്മളെല്ലാം ദൈവ മക്കളാണ്. അതുകൊണ്ട് മോസസിന്റെ ആ കാര്യങ്ങൾ കഥകളെല്ലാം നമുക്കറിയാം. And so I don't have to tell you the first part. അതുകൊണ്ട് മോശയ്ക്ക് അവിടെ എന്ത് സംഭവിച്ചു, മോശയുടെ കാര്യങ്ങൾ എന്തെന്ന് ആദ്യത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. About his early life. അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതം എന്തായിരുന്നു നമുക്ക് അറിയാം. The burning bush. അതുപോലെ ആ മുൾപ്പടപ്പിൽ അദ്ദേഹം ദൈവസാന്നിധ്യം കണ്ടതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. You know about this. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം നല്ല അറിവുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. But let's remember that he is, when God calls him to lead, when God calls Moses to lead the people, Moses is already 80 years old. നമുക്ക് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് അവനെ വേലയ്ക്കായി വിളിച്ചപ്പോൾ, തന്റെ സ്വരം കേൾപ്പിച്ചപ്പോൾ അവന് ഏകദേശം 80 വയസ്സുള്ളവനായിരുന്നു. Now I am 66. ഞാൻ 66 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. Okay. Anybody else here? How any people who are a little bit older than the others? ആരെങ്കിലും ഇതിൽ വളരെയധികം പ്രായമുള്ളവരുണ്ടോ? ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വ്യക്തി ആരാണെന്ന് അറിയാം. So brother, now you are in your 50s, right? Yeah. 56. 56. Yeah. And anybody else 50s? 50യുടെ റേഞ്ചിലുള്ള ആരെങ്കിലും 60s, 70s, 60-ൽ ആരില്ല. So but some people God calls them young and early in their life. ചില ആളുകളെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ, വളരെയധികം ചെറുപ്രായത്തിൽ തന്നെ ദൈവം വിളിക്കുന്നു. Joseph is an example. അതിനൊരു ഉദാഹരണമായി യോസേഫിനെ നമുക്ക് നോക്കാം. Daniel is an example. ദാനിയേലിനെ നമുക്ക് നോക്കാം. And Esther is an example. എസ്തേറിനെ നമുക്ക് നോക്കാം. Okay, but some people God calls them and keeps working with them through their whole life, and they continue to do great things through their whole life. ചില ആളുകളെ ദൈവം വളരെ മുന്നേ തന്നെ വിളിച്ച് അവരുടെ ജീവിതത്തിൽ മുഴുവനായി ദൈവം ഇടപെടുന്നു. അവരിലൂടെ അവരുടെ പ്രായം ഏതായിക്കൊള്ളട്ടെ അതിൽ മുഴുവനായി തന്നെ ദൈവം ഇടപെടുന്ന ആൾക്കാരുണ്ട്. And maybe the best example of that is Daniel. നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ദാനിയേലിനെ നമുക്ക് നോക്കാം. So he can, even when he is an old man, he is still doing great things spiritually. നമുക്കറിയാം ദാനിയേൽ തന്റെ നല്ല പ്രായത്തിന്റെ ആധിക്യത്തിലും അധികം ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെന്ന് നമുക്കറിയാം. But some of them God starts with their spiritual life when they are older. എന്നാൽ ചില ആളുകളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് അവർ ഏകദേശം വാർദ്ധക്യത്തിൽ എത്തുമ്പോഴും ദൈവം അവരോട് ഇടപെടുന്നു. Abraham is one example. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എബ്രഹാമിനെ നോക്കാം. Moses is another. മോശയെ നമുക്ക് നോക്കാം. മൊർദെഖായിയെ നമുക്ക് നോക്കാം. Okay. So the point here is that God is able, since God has all power, that means God is able to work with you at any time or age of your life. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ആ ദൈവത്തിന് നിങ്ങളുടെ പ്രായം പ്രശ്നമല്ല. അവൻ നിങ്ങളോട് ഇടപെടുവാൻ നിങ്ങളുടെ പ്രായം അവരുടെ ഒരു പ്രശ്നമേ അല്ലെന്ന് ദൈവം നമ്മളോട് പറയുന്നത്. And that even includes childhood. അത് ചെറുപ്പകാലമാവട്ടെ, ഏറ്റവും ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴും ദൈവത്തിന് ഇടപെടാം. One of my favorite stories in the Bible. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ബൈബിളിൽ ഇതാണ്. The story of Naaman, the general who had leprosy. നയമാൻ എന്ന വ്യക്തിയുടെ കാര്യം നമുക്ക് ആലോചിക്കാം. നയമാനെ കുറിച്ചാണ് എനിക്ക് വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത്. Now, as he went into his military conquest, he would capture people and take them back to his country. അവിടെ നമുക്കറിയാം അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോകുമ്പോഴെല്ലാം അവിടുത്തെ പുറത്തുള്ള ആളുകളെ പിടിച്ച് തന്റെ തടവുകാരാക്കി അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. These people would be enslaved and they would have to serve their different whoever purchased them. അവിടെ അടിമകളായി വിൽക്കപ്പെട്ട അവർ തങ്ങളെ ആര് മേടിച്ചുവോ അവർക്ക് വേണ്ടി സെർവ് ചെയ്യണം, അവരെ ശുശ്രൂഷിക്കേണ്ടതായി അടിമകൾക്കുണ്ട്. And Naaman had kept one of these, a little girl, to be a household servant for his wife. അവിടെ നമുക്കറിയാം നയമാൻ അതുപോലെ പിടിച്ചുകൊണ്ടുവന്ന ഒരു ബാലികയായ വ്യക്തി, ഒരു ബാലിക തന്റെ ഭാര്യയ്ക്ക് സഹായിയായി തന്റെ ഭവനത്തിൽ വെച്ചിട്ടുണ്ട്. Now, the Bible does not say how old she was. ബൈബിൾ അവരുടെ പ്രായത്തെക്കുറിച്ച് എവിടെയും സൂചിപ്പിക്കുന്നില്ല. But since she was a household servant, probably she was not a toddler, not 3-4 years old, or older than that. നമുക്ക് ഏകദേശം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും അവിടെ അടിമയായി സഹായിയായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 3-4 വയസ്സായിരിക്കില്ല. ഏകദേശം ബാലികയുടെ ഒരു പ്രായം ആ വ്യക്തിക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. Old enough to help in the house. കാരണം അവർക്ക് അവിടെ എല്ലാം സഹായിക്കുവാനുള്ള ഒരു പ്രായം ആ വ്യക്തിക്കുണ്ട്. So since there's one girl here, we'll say, how old are you? ഞാൻ ഇവിടെ ഒരു ചെറിയ കുഞ്ഞുള്ളത് അവരുടെ പ്രായം ഞാൻ ചോദിക്കുന്നു. എത്രയാ പ്രായം?
14. I think this girl is younger than that. ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ 14 വയസ്സിനും താഴെയായിരിക്കും ആ ബാലിക. Because in the Bible time, by the 14, they were already marrying them off. Okay. കാരണം ബൈബിളിന്റെ പശ്ചാത്തലം നമ്മൾ പറയുകയാണെങ്കിൽ 14 വയസ്സെന്ന് പറഞ്ഞാൽ അവിടെ കല്യാണ പ്രായം എത്തി, അവർ കല്യാണം How old are you? മോന്റെ പ്രായം എത്രയാ? 10. 10. Okay, then maybe like this, or 7 or 8 years old. Okay. ഒരുപക്ഷെ 7, 8, 9, 10 ഇങ്ങനെയുള്ള വയസ്സുകളായിരിക്കാം ആ ബാലികയ്ക്ക് ഉണ്ടായിരുന്നു നമുക്ക് അനുമാനിക്കാം. And Naaman had leprosy. അവിടെ നമുക്കറിയാം നയമാന് കുഷ്ഠരോഗം വന്നു. So this little girl said to her, the lady of the house, അവിടെ നമുക്കറിയാം നയമാന് കുഷ്ഠരോഗം വന്നപ്പോൾ ഈ ചെറിയ ബാലിക 7, 8, 9, 10 വയസ്സുള്ള ഈ കുഞ്ഞ് അവന്റെ ഭാര്യയോട് പറയുന്നു, she said, if my master could see Elisha, then he could be healed. ആമേൻ. അവിടെ പറയുന്നു എന്റെ യജമാനൻ ഒരുപക്ഷെ എലീശായെ കണ്ടിരുന്നെങ്കിൽ അവന് ഈ രോഗത്തെ ഭേദമാക്കുവാൻ സാധ്യമായിരുന്നു. Now she's a little girl. അവൾ വളരെ ചെറിയൊരു കുഞ്ഞാണെന്ന് ഓർക്കണമേ. She may not understand. She may understand very well, but if the one who is doing the healing is God, not the human being. നമുക്കറിയാം അവൾക്ക് ആ ഒരു അറിവ് ആ ചെറുപ്രായത്തിൽ കിട്ടി. അവൾക്കറിയാം ഒരുപക്ഷെ ദൈവം തന്നെയാണ് ആ സൗഖ്യമാക്കുന്നത്, ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെയല്ല. എന്നാൽ ആ വ്യക്തിയെ കാണുവാൻ തക്കവണ്ണം ആ കുഞ്ഞ് പറയുന്നു. But she has faith that in Elisha's life. എന്നാൽ ആ വ്യക്തിക്ക് ദൈവമാണ് ചെയ്യുന്നതെങ്കിലും ദൈവത്തിന്റെ ദാസന്മേലും അവൾക്കൊരു ഉറപ്പുണ്ട്, ഇവൻ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്നൊരു ഉറപ്പ് അവൾക്കുണ്ട്. This wife, she told her husband. അങ്ങനെ ഭാര്യ നയമാനോട്, ഭർത്താവായ നയമാനോട് ഇവളുടെ വാക്കുകൾ പറയുന്നു. And Naaman told his king. അപ്രകാരം തന്നെ നയമാൻ ആ രാജാവിനോട് പറയുന്നു. And that king told the king of Israel. അങ്ങനെ ആ രാജാവ് ഇസ്രായേൽ രാജാവിനോട് ഈ കാര്യത്തെ അറിയിക്കുന്നു, ഈ സന്ദേശം എത്തിക്കുന്നു. Said, I am sending Naaman for you to heal him of his leprosy. എന്നാൽ അവിടെ പറയുന്ന രാജാവ് പറയുന്നത്, നയമാനെ ഞാൻ നിന്റെ രോഗം സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനല്ല, ഞാൻ വെറും രാജാവ് മാത്രമാണ്. And the king of Israel was so upset. അത് പറഞ്ഞു കേട്ടതും ആ രാജാവ് വളരെ സ്തംഭിതനായി. അവൻ തന്റെ വിഷമിച്ച് എനിക്കത് ചെയ്യാൻ സാധിക്കില്ലെന്ന് അവൻ ഉറപ്പ് പറയുന്നു. See how this king is trying to start a war. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ രാജാവിനെ കളിപ്പിച്ച് ഇപ്പോൾ എന്നോട് യുദ്ധം ചെയ്യുവാനല്ലേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നെന്ന് അവൻ കോപിക്കുന്നു. He is asking me to heal leprosy. Okay. ഞാനിപ്പോൾ ഒരു കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കുന്ന ആളാണോ? ഞാൻ രാജാവല്ലേ? എന്നോട് ഇങ്ങനെ പറയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. I am not God. ഞാൻ ദൈവമല്ല. How can I heal him? എനിക്കെങ്ങനെ അദ്ദേഹത്തെ സൗഖ്യമാക്കാൻ സാധിക്കും? He is just looking for some excuse to attack us. ഇപ്പോൾ ഇതിന്റെ അർത്ഥം ഈ രാജാവ് എനിക്കത് സാധ്യമല്ലെന്ന് പറയുമ്പോൾ എന്നെ ആക്രമിക്കുവാനുള്ള വാക്കുകളാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. As you know, the gossip spreads, the story spreads quickly. ഇങ്ങനെ രാജാവ് പറഞ്ഞ വാക്കുകൾ ആ രാജ്യത്ത് എല്ലായിടത്തും പെട്ടെന്ന് പരക്കുന്നു. And the king is there, he is tearing his clothes. അങ്ങനെ ആ വാക്കുകൾ കേട്ട രാജാവ് അത് തന്റെ വസ്ത്രം കീറുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. What am I going to do? I cannot heal him. That means he will attack me. അത് അതിന്റെ അർത്ഥം ഞാൻ ഇവനെ സൗഖ്യമാക്കുവാൻ കഴിയില്ലെങ്കിൽ എന്താ, നീ എന്നെ ആക്രമിക്കുമോ? അതിനല്ലേ നീ വാക്കുകൾ പറയുന്നതെന്ന് രാജാവ് വ്യാകുലപ്പെടുന്നു. And Elisha says, അപ്പോൾ എലീശ ഇപ്രകാരം പറയുന്നു, why are you tearing your clothes? എലീശ ഇപ്രകാരം പറഞ്ഞു, നീ എന്തിനു നിന്റെ വസ്ത്രം കീറണം? Send him to me. അവനെ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്. And he will find out there is a real God in Israel. അവന് മനസ്സിലാവട്ടെ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കെന്ന് പറയുന്നു. This means the man is worshiping many gods. കാരണം ഇതിന്റെ അർത്ഥം മറ്റേ രാജാവ് ആ വ്യക്തി ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. This is the chance to show him that the real God is അവനെ ഇപ്പോൾ ഒരു ശരിയായ ദൈവമുണ്ടെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ദൈവം വ്യക്തിയെന്ന് നയമാൻ പറയുന്നു. So Naaman comes to Elisha's house. അങ്ങനെ നയമാൻ ആ വാക്കുകൾ പ്രകാരം എലീശയുടെ വീട്ടിലേക്ക് വരുന്നു. And Naaman has his soldiers with him. നയമാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, തന്റെ സൈന്യങ്ങളെ കൂട്ടി, തന്റെ കൂടെയായിരിക്കുന്ന ഭടന്മാരെ കൂട്ടിയാണ് വരുന്നത്. And he has big carts full of gifts. അങ്ങനെ വരുമ്പോൾ അവൻ തന്റെ കഴുതപ്പുറത്ത് അല്ലെങ്കിൽ തന്റെ വാഹനപ്പുറത്ത് ഒത്തിരി സമ്മാനങ്ങൾ ഈ എലീശയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. Because he is accustomed to the pagan idols where they will do nothing for you until you give big gifts. കാരണം അത് അവിടുത്തെ സമ്പ്രദായ പ്രകാരം ജാതീയ ദൈവങ്ങളെ ആരാധിക്കണമെങ്കിൽ അവർക്ക് ആദ്യം കാഴ്ചകൾ കൊടുക്കണം, അവർക്ക് ആദ്യം വഴിപാട് കൊണ്ടുവരണം. അതുകൊണ്ട് ഇവിടെ ഒത്തിരി സാധനങ്ങളുമായിട്ടാണ് എലീശയെ കാണാൻ വരുന്നത്. But Naaman is a big shot. He is a barasa. നമുക്കറിയാം നയമാൻ വളരെയധികം പൈസയുള്ള വ്യക്തിയാണ്, ഒത്തിരി പൈസയുണ്ട്. When he comes up to Elisha's house, അവൻ എലീശയുടെ വീട്ടിലേക്ക് വരുമ്പോൾ
And then Elisha does not even come outside. അവൻ വലിയൊരു വ്യക്തിയാണല്ലോ, വലിയൊരു സൈന്യാധിപനാണല്ലോ. അവൻ കടന്നു വരുമ്പോൾ എലീശ അവനെ എതിരേൽക്കാൻ വരുന്നില്ല. He does not even come out and say namaste, hello, okay, nothing. അവൻ മുന്നിൽ വന്ന് ഒരു സൈന്യാധിപൻ കാണാൻ വരുന്നു, ഒന്ന് വന്ന് ആ നയമാനെ വരിക, എന്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞൊരു ഷൈഖാനോ ഒന്നും കൊടുക്കുന്നില്ല. He just, from his servant, he sends a message, go tell Naaman to dip in the Jordan River 7 times. മറിച്ച് തന്റെ ദാസനെ വിട്ട് എലീശ പറയുന്ന ഒരേ ഒരു സന്ദേശം മാത്രം അവൻ എത്തിക്കുന്നു, നീ അവിടെ പോയി യോർദാൻ വെള്ളത്തിൽ ഒന്ന് കുളിക്ക് എന്നൊരു സന്ദേശം മാത്രമേ അവൻ കൊടുക്കുന്നുള്ളൂ. Naaman is very angry. ഇത് കേട്ടത് നയമാന് ഭയങ്കര കോപമുണ്ടായി. Because he says, I'm a big shot, I'm a barasa. എന്നോട് പറയാൻ അവന് ധൈര്യം വന്നോ? ഞാൻ ഇത്രയും സമ്പന്നനായ, ഇത്രയും അധികാരമുള്ള എന്നോട് ഇപ്രകാരം പറയാൻ അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? He doesn't even come out to greet me. അവൻ എന്നെ ഒന്ന് എതിരേൽക്കാൻ പോലും വരാൻ കഴിയാത്തവനാണോ അവൻ? I could kill him right now. ഇപ്പോൾ എനിക്ക് അവനെ കൊല്ലുവാനുള്ള അധികാരമുണ്ട്. But he just sends a message by his servant. എന്നെ എതിരേൽക്കാതെ തന്റെ കേവലം ഒരു ദാസനെ വിട്ട് എന്നോട് മെസ്സേജ് പറയുന്നു, സന്ദേശം പറയുന്നു. And he says, if I'm supposed to dip in the river, അപ്പോൾ പറയുന്നു, എനിക്ക് വെള്ളത്തിൽ കുളിക്കാനാണെങ്കിൽ I will go back to my home city. എന്റെ ദേശത്ത് എനിക്ക് പോയി കുളിക്കരുതോ? We have 2 rivers that meet there. അവിടെ 2 നദികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ അവിടെയുണ്ട്. A nice river, clean river. അവിടെ ഇവിടുത്തെ പോലെ മുഷിഞ്ഞതല്ല, ഏറ്റവും നല്ല നദികൾ എന്റെ രാജ്യത്തുണ്ട്. I will go back home. ഞാൻ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, അവിടെ കുളിച്ചാൽ മതി. So then his soldiers talk to him. അപ്പോൾ ഒരു ഭടൻ അവനോട് പറയുകയാണ്, And they say, sir, അപ്പോൾ പറയുന്ന ഇപ്രകാരമാണ്, സർ, if Elisha asked you to do something very difficult, you would do it to get rid of leprosy. ഇപ്പോൾ സർ, നിങ്ങൾ ഇങ്ങനൊന്ന് ചിന്തിക്കൂ, ഒരു പക്ഷേ എലീശ നിങ്ങളോട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ എങ്ങനെയും അനുസരിക്കാൻ പോകുമായിരുന്നില്ലേ? He said, that's true. അപ്പോൾ നയമാൻ പറയുന്നത് ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. It's so easy to go and dip in the river. അതിനേക്കാൾ വളരെ ആയാസകരമായ ഒരു കാര്യമല്ലേ പറഞ്ഞത്? ഒന്ന് അവിടെ വെള്ളത്തിൽ പോയി ഒന്ന് കുളിക്കാൻ മാത്രമല്ലേ എലീശ പറഞ്ഞുള്ളൂ. അത് നമുക്ക് അനുസരിച്ചാൽ എന്താ? And we are here now. ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. Why don't you go ahead and do it? ഒന്ന് പോയി ഒന്ന് കുളിച്ചാൽ അദ്ദേഹത്തിന് എന്താണ് നഷ്ടം? അദ്ദേഹം ഒരു കുളിക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഡിഫിക്കൽട്ടായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞില്ല. So Naaman says, okay. അപ്പോൾ നയമാൻ, ഓക്കെ, നീ ശാന്തമായി പറഞ്ഞില്ലേ, ഞാൻ കേൾക്കാം, ഓക്കെ, ഞാൻ പോയി നോക്കട്ടെ. Here's a lesson, several lessons for us. ഇതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. You must watch your anger. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോപത്തെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. Naaman was so angry. നയമാന് ഒത്തിരി കോപിഷ്ഠനായിരുന്നു. And if he did not control his temper, അദ്ദേഹം അദ്ദേഹത്തിന്റെ കോപത്തെ നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ he would not get his healing. ഒരിക്കലും അദ്ദേഹത്തിന് ആ സൗഖ്യം അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നില്ല. Not only that, അത് മാത്രമല്ല, Naaman, after he was healed, നയമാൻ സൗഖ്യമായതിനു ശേഷവും he came back to Elisha. He's so happy. അവൻ വളരെയധികം സന്തോഷവാനായി എലീശയുടെ അടുത്തേക്ക് He വരുന്നു. said, here, many gifts for you. ഇതാ, ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നീ എടുക്കുക എന്ന് പറയുന്നു. Elisha says, I don't want anything. എന്നാൽ എലീശ പറയുന്നത്, നിന്റെ ഒരു സമ്മാനങ്ങളും എനിക്ക് വേണ്ട. So Elisha says, and so then Naaman says to Elisha, അപ്പോൾ നയമാൻ എലീശയോട് ഇപ്രകാരം പറയുന്നു, he says, I will worship now only the one true God. അപ്പോൾ നയമാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇനി മറ്റൊരു ദൈവത്തെയും ആരാധിക്കില്ല, ഞാൻ ഒരൊറ്റ ദൈവത്തെ, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ. In my ox cart here, bullock cart, I will carry some dirt. I will put some dirt in the ox cart, some dirt of your country. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് എന്റെ കൊണ്ടുവന്നിരിക്കുന്ന വാഹനപ്പുറത്ത് അല്ലെങ്കിൽ കഴുതയുടെ പുറത്ത് ഞാൻ ഇവിടുന്ന് ശേഖരിച്ചോട്ടെ. And then I will stand on that while I worship God, your God. എന്നിട്ട് ആ മണ്ണ് എന്റെ ദേശത്ത് പോയിട്ട് ആ മണ്ണിനെ പോലെ ചവിട്ടിയിട്ടേ ഇനി ഞാൻ ദൈവത്തെ ആരാധിക്കുകയുള്ളൂ. You see, these people, they used to feel that this God is the God of this country, that God is the God of that country. അവന്റെ രാജ്യത്ത് ഇങ്ങനെയായിരുന്നു, ഈ രാജ്യത്തിന്റെ ദൈവം ഇതെന്നും മറ്റൊരു രാജ്യത്തിന്റെ ദൈവം അതെന്നും അവർ ആരാധിക്കുന്ന വ്യക്തികളായിരുന്നു. So he thinks he needs some dirt from this country to worship the God of that country. കാരണം അവൻ അതുകൊണ്ടാണ് ഈ ദേശത്തെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഈ ദേശത്തെ മണ്ണ് തന്നെ വേണമെന്ന് അവന്റെ ഉള്ളിൽ ചിന്ത വന്നത്. അതുകൊണ്ട് അവിടുന്ന് മണ്ണ് കൊണ്ടുപോട്ടെ എന്ന് അവൻ ചോദിച്ചു. Of course, Elisha knows that he doesn't need to have dirt. എലീശയ്ക്ക് എന്തായാലും അറിയാം, ഇവനിവിടെ മണ്ണല്ല പ്രധാനം. എലീശയ്ക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. But he also knows Naaman is a new believer.
എലീശയ്ക്ക് അറിയാം ഇപ്പോഴാണ് അവൻ വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്, അവൻ ഒരു പുതിയ ബിലീവറാണ്. It takes time to bring him to understand things. അവന് ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും സമയം ആവശ്യമാണ്. And Naaman says another thing. അതുമാത്രമല്ല നായമാൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. Now my king is very old now. എന്റെ രാജാവ് വളരെ വയസ്സായ ഒരു വ്യക്തിയാണ്. When we go to his temple, അദ്ദേഹത്തിന്റെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ, when he bows before his idol, അദ്ദേഹത്തിന്റെ വിഗ്രഹത്തെ രാജാവ് നമസ്കരിക്കാൻ പോകും. Because he's old man, he needs help. I help him to go down and to come up again. ഞാൻ അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായതുകൊണ്ട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ളതുകൊണ്ട്, അദ്ദേഹം വളരെ വയസ്സായതുകൊണ്ട് ആ വിഗ്രഹത്തെ വണങ്ങേണ്ടതിന് എന്റെ ഹെൽപ്പ്, എന്റെ സഹായം അദ്ദേഹത്തിന് ആവശ്യമാണ്. But Elisha, I want you to understand. എന്നാൽ എലീശ, നിങ്ങൾ ഒരു കാര്യം അറിയണമേ, that when I kneel down with my old king, I am not kneeling before that idol. I am only helping him. Amen. എലീശ, ഞാൻ ആ സമയത്ത് ഞാൻ ഒരിക്കലും ആ വിഗ്രഹത്തെ വണങ്ങില്ല, കാരണം എനിക്ക് ഇനി ഒരു സത്യദൈവം മാത്രമേ ഉള്ളൂ. എന്നാൽ രാജാവിനോട് കൂടെ നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനോട് കൂടെ എനിക്കും ആ തറയിൽ ആ സമയത്ത് മുട്ടുകുത്തേണ്ടി വരും. Please understand, I am not worshiping that idol. നിങ്ങൾ എലീശ മനസ്സിലാക്കണമേ, ഞാൻ ആ വിഗ്രഹത്തെ ഇനി ആരാധിക്കില്ല. I'm only my king. I'm helping him get up and down because he's old. കാരണം എന്റെ രാജാവ് വയസ്സായതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് മുട്ടിലിരുത്താനും അതുപോലെ എഴുന്നേൽപ്പിക്കാനും എന്റെ സഹായം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തോട്ടെ. Elisha says, I understand. എലീശ പറയുന്നു, എനിക്ക് മനസ്സിലാകും. Okay, so Naaman, if he did not control his temper, not only he would not get his healing, he would not get his salvation also. അങ്ങനെ ആ നയമാനായിരിക്കുന്ന വ്യക്തി തന്റെ കോപത്തെ അടക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടില്ല, അതിലുപരി അദ്ദേഹത്തിന് ഈ രക്ഷ എന്ന മഹാദാനം അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. So the lesson is control your temper. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏക കാര്യം, നമ്മുടെ കോപ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ അടക്കുവാൻ നമ്മൾ ശ്രമിക്കണം. The other lesson is don't control your testimony. എന്നാൽ അതിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങൾ ഒരിക്കലും കൺട്രോൾ ചെയ്യരുത്. എവിടെയെല്ലാം സാക്ഷ്യമാകണമോ യേശുവിന് വേണ്ടി അവിടെയെല്ലാം സാക്ഷികളാകുക. Because that little girl testified, all these things happened. കാരണം ഒരു ചെറിയ ബാലിക തന്റെ സാക്ഷ്യം പറഞ്ഞതിലൂടെയാണ് ഇത്ര വലിയൊരു സംഭവം അവിടെ നടന്നിരിക്കുന്നത്. If she did not say anything, ആ കുഞ്ഞ് ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ Naaman would never know about Elisha, and he would never come to know about Yahweh. അതുപോലെ ആ ചെറിയ ബാലിക ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ നയമാന് ഇത്ര വലിയൊരു ദൈവത്തെ, സത്യദൈവത്തെ അറിയുവാൻ ഒരു അവസരം ലഭിക്കില്ല. അത് മുഖാന്തരം ആ കുഞ്ഞിലൂടെയാണ് അവൻ അത് അറിഞ്ഞത്. So, you know, in India sometimes people say, oh, we are persecuted because the majority of our country is worshiping idols and many gods. ഇവിടെ ഇന്ത്യയിൽ പലരും പറയുന്നത് ഞങ്ങൾ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഇന്ത്യയിൽ മെജോറിറ്റി എല്ലാവരും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് പലരും പറയാറുണ്ട്. And there is some persecution. എനിക്കറിയാം അവിടെ ചില പീഡനങ്ങൾ നടക്കുന്നുണ്ട്. But you must, I mean, some people have been killed for their faith in Jesus. മാത്രമല്ല ചിലർ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് Some എനിക്കറിയാം. people have been beaten. ചില ആളുകൾക്ക് അടികൾ ലഭിച്ചിട്ടുണ്ട്. But let's understand that it's not so bad as we think sometimes. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കേൾക്കുന്ന പോലുള്ള അത്ര മോശമായിട്ടൊരു കാര്യം അല്ല അത്, അപ്രകാരമല്ല അവിടെ സംഭവിക്കുന്നത്. I brought this calendar from downstairs. ഞാനിത് നിങ്ങളുടെ താഴെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന കലണ്ടറാണ്. I did not know there was one here on the wall. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ടുണ്ടെന്ന്. But when you look at an Indian calendar, നിങ്ങൾ ഒരു ഇന്ത്യൻ കലണ്ടറിൽ നോക്കുകയാണെങ്കിൽ and you see all the red letter dates, ഇവിടെ എല്ലാം ഒരു ചുവന്ന അക്ഷരത്തിൽ രേഖപ്പെടുത്തിയ തീയതികളുണ്ട്. and you ask, why is that date in red? നമ്മൾ അപ്പോൾ ചോദിക്കണം, അത് എന്തുകൊണ്ടാണ് ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? Of course, there will be New Year's Day. ചിലപ്പോൾ അതൊരു പുതിയ സംവത്സരമായിരിക്കാം. And there will be some of them will be national holiday. ചിലത് ദേശീയ നമുക്ക് ഒഴിവു ദിനമായിരിക്കാം. Political holiday. ചിലത് പൊളിറ്റിക്കലി ആയിട്ട് നമുക്ക് ഒഴിവു ദിനമായിരിക്കാം. Like today. ഇന്ന് രാഷ്ട്രീയ ഒഴിവു ദിനമാണല്ലോ. Also Independence Day. നമുക്ക് സ്വാതന്ത്ര്യ ദിനമുണ്ട്. And Mahatma Gandhi's birthday. അതുപോലെ മഹാത്മാഗാന്ധിയുടെ These are national political holidays. ഇതെല്ലാം രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയപരമായിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഒഴിവു ദിനമാണ്. And then there are some of them are Hindu festivals. ചിലത് ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തിന്റെ ഒഴിവു ദിനങ്ങളായിരിക്കാം. And Muslim festivals. അതുപോലെ മുസ്ലിം ഫെസ്റ്റിവൽ ആയിരിക്കാം. And some Buddhist and Sikh festivals. അപ്രകാരം തന്നെ ബുദ്ധന്മാരുടെ അല്ലെങ്കിൽ സിഖുകാരുടെ അവരുടെ എല്ലാം ഓരോ ദിനങ്ങളായിരിക്കാം ആചരിക്കുന്നത്. There is Christmas.
and Good Friday. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ നോക്കുകയാണെങ്കിൽ ക്രിസ്മസും അതുപോലെ ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടും You go through the whole year ആ വർഷം മുഴുവൻ കടന്നു പോവുകയാണെങ്കിൽ and you count all of the different holidays, red letter day, and why they are red letter day. അവിടെയെല്ലാം ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒത്തിരി തീയതികളെ കാണാം. എന്തുകൊണ്ടാണ് ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തിയത്? This many Hindu, this many Buddhist, this many Muslim. ഇതെല്ലാം ചിലർക്ക് ഹിന്ദുക്കൾക്ക്, ഇത് ബുദ്ധന്, ഇത് സിഖിന്, അങ്ങനെ പറഞ്ഞ and this many politics. ഇത് കുറച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി. Then you look at all the Sundays. എന്നിട്ട് നിങ്ങൾ എല്ലാവരും അങ്ങനെ വിചാരിച്ചതിന് ശേഷം ഈ സൺഡേകൾ അല്ലെങ്കിൽ ഞായറാഴ്ചകൾ ഒന്ന് നോക്കുക. 52 Sundays in the year, all in red. 52 ഞായറാഴ്ചകൾ ഒരു വർഷത്തിലുണ്ട്. അതെല്ലാം ചുവന്ന അക്ഷരത്തിലാണ് അല്ലെങ്കിൽ ചുവന്ന മഷിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Why is that day in red? എന്തുകൊണ്ടാണ് ഈ ദിനങ്ങൾ ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? Somebody may say, we got that from the British. ചിലർ പറയുമായിരിക്കും അത് ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാർ തന്നതാ. Where did the British get it from? പക്ഷേ ഈ ബ്രിട്ടീഷുകാർക്ക് എവിടെ കിട്ടി? Okay, they got it from the resurrection of Jesus. ആമേൻ. അവർക്ക് അത് ലഭിച്ചത് യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെയാണ് അവർക്ക് ആ ദിനം ലഭിച്ചത്. On the first day of the week, they came to the tomb and they saw the tomb was open. അവിടെ നമുക്ക് കാണാം ആഴ്ചയുടെ ആദ്യ വട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ദിവസത്തിൽ അവർ യേശുവിന്റെ കല്ലറയ്ക്ക് അടുത്ത് വന്നു. എന്നാൽ കല്ലറ തുറന്നിരിക്കുന്നതായിട്ടാണ് അവർക്ക് കണ്ടത്. And because of that, Sunday became the worship day of the Christians. അങ്ങനെയാണ് അവർക്ക് ഞായറാഴ്ച എന്നത് ആരാധിക്കുവാനുള്ള കല്ലറ തുറന്ന ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആരാധിക്കുന്ന ദിവസമായി മാറ്റി. And so in your country, you have 54 Christian holidays per year. അപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇവിടെ ഈ ഇന്ത്യയിൽ തന്നെ 54 ദിവസങ്ങൾ ക്രിസ്ത്യൻ ഹോളിഡേയ്സ്, ക്രിസ്ത്യാനികൾക്ക് മാത്രം ലഭിക്കുന്ന ഹോളിഡേയ്സ് ഉണ്ട്. 52 Sunday, 52 സൺഡേകൾ, including Easter, 52 ഞായറാഴ്ചകളും, അത് ഈസ്റ്റർ അതിൽ പെടുന്നു. also Good Friday, അതിൽ തന്നെ ഗുഡ് ഫ്രൈഡേ നമുക്ക് ലഭിച്ചു. and also Christmas. അപ്പോൾ ക്രിസ്മസിന് ലഭിച്ചു. Sometime Christmas will fall on Sunday, ഒരു പക്ഷേ ചില സമയങ്ങളിൽ ക്രിസ്മസ് വരുന്നത് സൺഡേയിലായിരിക്കാം. which means that year you have 53. അപ്പോൾ അങ്ങനെ സൺഡേയിലാണ് ഞായറാഴ്ചയിലാണ് ക്രിസ്മസ് വന്നെങ്കിൽ അതിന്റെ അർത്ഥം 53 ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു. Most year you have 54. എന്നാൽ ഒരുവിധം എല്ലാ വർഷങ്ങളിലും നിങ്ങൾക്ക് ഏകദേശം 54 ക്രിസ്ത്യൻ അവധികൾ നമുക്ക് ലഭിക്കുന്നു. That means you have many more holidays than anybody else. അതിന്റെ അർത്ഥം മറ്റെല്ലാവർക്കും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവധി ദിവസങ്ങൾ ലഭിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ്. And you should tell them, അതുകൊണ്ട് അവരോട് പറയണം, I do not go to duty on Sunday. അവരോട് പറയണം, എനിക്ക് ഇത്രത്തോളം അവധികൾ ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഞായറാഴ്ച ജോലിക്ക് വരില്ല. And the Hindu friend, they will also, maybe they work at government office and it's closed on Sunday. They may work in government office and it's closed on Sunday. അവിടെ നമുക്ക് ഗവൺമെന്റ് ആൾക്കാരും കാണാം, അവരെല്ലാം മറ്റുള്ള ദിവസങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നു, എന്നാൽ ഞായറാഴ്ച അവർക്ക് അവധിയാണ്. Or they teach in a school and the school is closed on Sunday. അതുപോലെ അവർ പഠിപ്പിക്കുന്ന സ്കൂളുകളാവട്ടെ, സ്കൂളുകളും ഞായറാഴ്ച അടച്ചിരുന്നു. Why? എന്തുകൊണ്ട്? It's a holiday. അത് അവധി ദിവസമാണ്. Why is it a holiday? എന്തുകൊണ്ട് അത് അവധി ദിവസമായി? Birth, resurrection of Jesus Christ. കാരണം നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റ മാത്രമാണ് അവധി ദിവസം ലഭിച്ചത്. Every week we celebrate resurrection. എല്ലാ ആഴ്ചയും ആദ്യ ദിവസവും നമ്മളുടെ നാഥൻ ഉയർത്തെഴുന്നേറ്റത് നമ്മൾ ആരാധിക്കുന്നു, നമ്മളെ ഉയർത്തുന്നു. So tell people this is why this is a holiday. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷ്യം പറ, ഞങ്ങൾ എന്തുകൊണ്ടാണ് അവധി ദിവസം ആരാധിക്കുന്നത്? അത് ഞങ്ങളുടെ നാഥൻ ഉയർത്തെഴുന്നേറ്റ ദിവസം ഞങ്ങൾക്ക് അവധി ദിവസമാണ്. Because Jesus rose from the dead, കാരണം ദൈവം കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്, he showed he has victory over death. കാരണം മരണത്തെ ജയിച്ചവനായി അവൻ പ്രഖ്യാപിച്ചതുകൊണ്ട്, അവൻ കാണിച്ചു തന്നതുകൊണ്ട്. This is not reincarnation. അത് അവൻ അവതാര പുരുഷനായിട്ടല്ല വന്നത്. This is physical resurrection from the dead. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ് അവൻ വന്നത്. That is not possible. ചിലപ്പോൾ നിങ്ങളോട് പറയുമായിരിക്കും, അത് അസാധ്യമാണല്ലോ, അത് സാധ്യമല്ല. You can say we have proof, we have evidence. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പറയാം, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. Okay. How much evidence you have? നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? If I go to the court, ഞാനൊരു കോടതിയിൽ പോയാൽ and I need eyewitness to the people who saw something, എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഞാൻ എടുക്കുക ഒരു സാക്ഷിയെ, ആ സംഭവത്തെ കണ്ട ദൃക്സാക്ഷിയെയാണ് കോടതി ചോദിക്കുക. how many eyewitnesses will prove my case?
എന്റെ കേസ് കണ്ട വ്യക്തികൾ, എന്റെ ഈ കാര്യം കണ്ട എത്ര ദൃക്സാക്ഷികളുണ്ടെന്നാണ് കോടതി ചോദിക്കുക. 1 Corinthians 15 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 15-ാം അധ്യായം. more than 500 people saw Jesus after he rose from the dead. ദൈവവചനം പറയുന്നു, 1 കൊരിന്ത്യർ 15 പറയുന്നു, ഏകദേശം 500-ലധികം പേർ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായി കണ്ടു എന്ന് ദൈവവചനം പറയുന്നു. That's a lot of eyewitness. അതത്രേ ഏറ്റവും വലിയ ദൃക്സാക്ഷികൾ. And be strong in your standing up for Jesus Christ. Be strong in your standing up. അതുകൊണ്ട് ഇത്രയും അധികം സാക്ഷികളുള്ള ഇത്രയും വലിയ നാഥന്റെ കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവന് വേണ്ടി ശക്തിയോടെ ധൈര്യത്തോടെ അവന് വേണ്ടി നിൽക്കുക. This is good news for you. ഇതത്രേ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സുവിശേഷം. Because Jesus transformed my life and changed me, and Jesus can do the same thing for you. Hallelujah. കാരണം ആ യേശു കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തി അവന്റേതാക്കിയെങ്കിൽ അവനെ നിങ്ങളെയും അവന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because God loves everybody. കാരണം ദൈവം ഏവരെയും സ്നേഹിക്കുന്നു എന്ന് വചനം പറയുന്നു. And He wants you to be with Him forever. കാരണം ദൈവം നിങ്ങളെ ഏത് സമയത്തും അവനോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. For that to happen, പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ you need to give your life to Jesus Christ. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട്. And you only to Jesus, 100% to Jesus. കാരണം നിങ്ങൾ അത് മുഴുവനായി 100% യേശുവിന് വേണ്ടി മാത്രമേ കൊടുക്കാവൂ. Say, how about the other gods? അപ്പോൾ മറ്റുള്ള ദൈവങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? How many gods do you have? അപ്പോൾ ചോദിക്കണം, എത്ര ദൈവങ്ങൾ നിങ്ങൾക്കുണ്ട്? I read 33 million. ഏകദേശം 33 മില്യൺ. How many of these gods love you so much that they are willing to carry the penalty for your sin? അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഈ 33 മില്യൺ ദൈവങ്ങൾ നിങ്ങളുണ്ടല്ലോ, അവരിൽ ആരാണ് നിങ്ങളുടെ പാപത്തെ ചുമന്നവൻ? അവരിൽ ആരാണ് നിങ്ങളുടെ പാപത്തിന് പകരമായി തന്നെ തന്നെ കൊടുത്തവരാണെന്ന് അവരോട് ചോദിക്കണം. They have never heard of that before. കാരണം അവർ അതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. Their gods don't love them like that. കാരണം അവരുടെ ദൈവം ഇതുപോലെ അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല. I asked one young Nepali girl. ഞാനൊരു നേപ്പാളി സ്ത്രീയോട് അല്ലെങ്കിൽ കുഞ്ഞിനോട് ഇപ്രകാരം She ചോദിച്ചു. was 19 when she came to Jesus Christ. അവൾ ഏകദേശം 19 വയസ്സായിരുന്നു അവൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ. Her friend was also 19. അവളുടെ കൂട്ടുകാരിയും 19 വയസ്സാണ്. And I asked her, I said, the Hindu priest told you these are the gods, and the Hindu priests are supposed to be the specialists, and your friend who witnessed to you is only a teenage girl like you. Therefore, why did you believe her instead of the priest? അപ്പോൾ അവിടെ ഞങ്ങൾ ചോദിച്ചു, ഒരു നേപ്പാളി സ്ത്രീയോട് പെൺകുട്ടിയോട് ഇങ്ങനെയാണ് ചോദിച്ചത്, നിന്റെ കൂടെ ഉള്ളവളും 19 വയസ്സ്, നീയും 19 വയസ്സ്, അപ്പോൾ നിങ്ങളുടെ ഹിന്ദു പുരോഹിതൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? And she said, the priest said, these are the gods, you must love them. അവിടെ ആ പുരോഹിതൻ എന്നാൽ അവൾ എന്നോട് ഉത്തരം പറഞ്ഞത്, സർ ഇപ്രകാരമാണ്, ഞങ്ങളുടെ പുരോഹിതൻ പറഞ്ഞത് ഇതെല്ലാമാണ് നിങ്ങളുടെ ദൈവങ്ങൾ, ഈ ദൈവങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം. But my friend said to me, എന്നാൽ എന്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞത്, Jesus is God, Jesus loves you. എന്നാൽ അവൾ എന്നോട് മാറ്റി പറഞ്ഞു, ഞാൻ ഇവളോടുകൂടെ വരുവാനുള്ള കാരണം എന്റെ പുരോഹിതൻ പറഞ്ഞതിന് അപ്പുറമായി, എന്റെ പുരോഹിതൻ പറഞ്ഞതിന് എതിരായി ഇവൾ പറഞ്ഞത് യേശു മാത്രമാണ് എന്റെ ദൈവം, യേശു എന്നെ സ്നേഹിക്കുന്നു എന്നോട് പറഞ്ഞു. അത് എന്റെ ഹൃദയത്തിൽ കൊണ്ടു. So let's testify. അതുകൊണ്ട് ഇപ്രകാരം സാക്ഷി പറയട്ടെ. And look when Moses is coming before Pharaoh. അവിടെ ഫറവോനോട് മുന്നിലേക്ക് കടന്നു വന്ന മോശയെ നമുക്ക് ശ്രദ്ധിക്കാം. The Egyptians had so many gods. കാരണം നമുക്കറിയാം മിസ്രയീമിൽ ഒത്തിരി ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് അവർ. And God says to Moses, അവിടെ ദൈവം മോശയോട് പറയുന്നു, you must go and talk to Pharaoh. ഇപ്പോൾ നീ പോയി ഫറവോനോട് ഇപ്രകാരം സംസാരിക്കുക. And say that my people go. അവിടെ ഇപ്രകാരം പറയുക, എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കുക. But Pharaoh will not listen to you. എന്നാൽ ഫറവോൻ നിന്റെ വാക്കുകൾ അനുസരിക്കില്ല. And so I will have to send plagues. അതുകൊണ്ട് ഞാൻ ബാധകളെ അവന്റെ ജീവിതത്തിലേക്ക് കടത്തി വരുത്തും. And when I am finished sending the plagues, ഞാൻ അങ്ങനെ ബാധകൾ വരുത്തുമ്പോൾ I will show them who the real God is. അവരോട് ഞാൻ കാണിക്കും സത്യദൈവം ആരെന്ന് ഞാൻ അവരോട് കാണിക്കും. And then they will let you go. അപ്പോൾ മാത്രമേ ഞാനാണ് ശരിയായ ദൈവം എന്ന് അറിയുമ്പോൾ മാത്രമേ എന്റെ ജനത്തെ അവൻ വിട്ടയക്കുകയുള്ളൂ.
life for Jesus. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുമ്പോൾ Sometimes difficulties come, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം. and sometimes things get worse before they get better. അത് നമ്മൾ ആ കഷ്ടങ്ങളോട് കൂടെ തന്നെ ഒത്തിരി പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ കടന്നു വരാം. Example. ഒരു ഉദാഹരണം, When Moses came to Pharaoh, മോശ ഇപ്രകാരം ഫറവോന് മുന്നിൽ വന്നപ്പോൾ, let my people go into the desert to have a religious festival. അവിടെ ഫറവോന് പറയുന്നു, എന്റെ ജനത്തെ, എന്റെ സഹോദരങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരു ചടങ്ങ് നടത്തുവാൻ അവരെ വിട്ടയക്കുക എന്ന് അവരോട് അപേക്ഷിക്കുന്നു. To worship our God. ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം അവരെ വിട്ടയക്കുക. Pharaoh is not impressed. ഫറവോൻ അത് കേട്ട് ഇഷ്ടപ്പെട്ടില്ല. Your God, നിന്റെ ദൈവം, the God of slaves. ഈ അടിമകളുടെ ദൈവം, Why should I listen to the God of slaves? എന്തിന് ഞാൻ ഈ അടിമകളുടെ ദൈവത്തെ ഞാൻ കേൾക്കണം? And go off into the desert? No, I'm not going to let you go off into the desert. അത് നീ മരുഭൂമിയിൽ പോയിട്ടാണ് ആരാധിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇവനെ ഇവിടുന്ന് വിടില്ല. You will go to the desert and you will try to run away. നിനക്ക് മരുഭൂമിയിൽ പോകണമെങ്കിൽ നീ ഇവിടുന്ന് ഓടിപ്പോകോ? No, I'm not going to let you go. ഞാൻ എന്തായാലും ഈ ജനത്തെ, ഞാൻ ഈ അടിമകളെ ഞാൻ വിട്ടയക്കില്ല. He said, you people, you are just lazy. അപ്പോൾ പറഞ്ഞത്, നീയും നിന്റെ ജനവും എല്ലാവരും അടിയന്മാരാണ്. You have too much free time. കാരണം നിങ്ങൾക്ക് ഒത്തിരി ഒഴിവ് സമയം കിട്ടുന്നു. So you are dreaming all these things because you have too much free time. കാരണം നിങ്ങൾക്ക് ഒത്തിരി ഒഴിവ് സമയമുള്ളതുകൊണ്ട്, നിങ്ങൾക്ക് അവധി സമയമുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് എന്തൊക്കെയോ ഫാസിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെറുതെ സ്വപ്നം കാണുന്നവരാണ് നിങ്ങൾ. So we will solve that problem. നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർക്കാം. We will take away your free time. നിങ്ങളുടെ ആ അവധി ലഭിച്ച ദിവസങ്ങളെ പോലും ഞങ്ങൾ എടുക്കും. Your job has been to make bricks. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് ബ്രിക്ക് ഉണ്ടാക്കാൻ. And we used to make with clay and straw. അത് വൈക്കോലും കളിമണ്ണും എടുത്തിട്ടാണ് നിങ്ങൾ ഇഷ്ടികൾ ഉണ്ടാക്കുന്നത്. Of course, the straw is to bind the clay together. കാരണം അതിൽ വൈക്കോൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്ടികയ്ക്ക് കൂടുതൽ ബലം കിട്ടാൻ തക്കോണം അത് രണ്ടും ചേർത്താണ് നിങ്ങൾ ഇഷ്ടികൾ ഉണ്ടാക്കുന്നത്. So now we will not give you any straw. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് സ്ട്രോ തരില്ല, അല്ലെങ്കിൽ വൈക്കോലുകൾ അതിന്റെ താളി തരില്ല. You have to go and gather the straw. ആ താളികളെ നിങ്ങൾ തന്നെ പോയി കണ്ടെത്തണം. And wherever you can find it. എവിടുന്നാണോ നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് ആ വൈക്കോലുകൾ നിങ്ങൾ തന്നെ പോയി ശേഖരിച്ചു കൊണ്ടുവരിക. But you still have to make the same number of bricks. പക്ഷേ അതിന് പോകുന്ന സമയം നിങ്ങൾ എന്തെടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഒരു ദിവസം എത്ര ഇഷ്ടിക ഉണ്ടാക്കുന്നോ അത്രമാത്രം ഇഷ്ടിക ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ഉത്തരവ് കൊടുക്കും. Think about that. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. They do not have more hours in the day. അവർക്ക് ഒരു ദിവസം 24 മണിക്കൂർ തന്നെ ഉള്ളൂ, അധിക സമയം കിട്ടിയിട്ടില്ല. The day is the same length as before. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന അതേ സമയം തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചത്. But now they have to spend time searching and gathering straw. ഇപ്പോൾ അവർക്ക് കൂടുതൽ സമയം താളിയെ അല്ലെങ്കിൽ ആ വൈക്കോൽ എവിടെന്നെല്ലാം ലഭിക്കുമെന്നുള്ള തിരച്ചിലാണ് അവർ കളയുന്നത്. And also make the same number of bricks as before. പക്ഷേ അപ്പോൾ തന്നെ അതിൽ സമയം പോയാലും അവർക്ക് തങ്ങൾ മുന്നേ എത്ര ഇഷ്ടികൾ കൊടുത്തുവോ അവധി ദിവസങ്ങൾ കിട്ടിയപ്പോൾ അത്ര തന്നെ ഇഷ്ടികൾ അവർക്ക് ഉണ്ടാക്കണം. The situation got worse. ഇപ്പോൾ നമുക്കറിയാം ദൈവം ഇവിടെ പറഞ്ഞതിലൂടെ അവരുടെ ജീവിതം ഒന്നും കൂടി പ്രതികൂലമാവുകയാണ് ചെയ്തത്. The Israelite leaders were not happy with Moses. അവർ ഇത് കാരണം കൊണ്ട് മോശയോട് ഒത്തിരി കോപിഷ്ഠരാവുകയാണ് ചെയ്തത്. മോശ ഇത് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നതെന്നാണ് അവർ ചോദിച്ചത്. They say to Moses, അപ്പോൾ മോശയോട് പറയുന്നു, oh, thank you very much. ഇങ്ങനെ പറഞ്ഞു, നന്ദി. Okay. Before you came here, we were already persecuted by the Egyptians. നീ വരുന്നതിനേക്കാൾ മുമ്പേ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി പീഡകൾ ഉണ്ടായിരുന്നു. They were already killing our sons. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ കൊല്ലുമായിരുന്നു. And they were already had cruel taskmasters beating us. അവർ ഞങ്ങളെ എപ്പോഴും ഇടിക്കുമായിരുന്നു, മർദ്ദിക്കുമായിരുന്നു. But now, in addition to that, it is even worse than before. ഇപ്പോൾ മോശെ നീ വന്നതിൽ വളരെ നന്ദിയുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് വളരെ നന്ദിയുള്ളവരാണ് നീ. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ലഭിച്ചത് പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ അധികമായിട്ട് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി നീ ചെയ്തത്? You said you were going to lead us to freedom. നീ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ വരികയെന്നല്ലേ? But what you have actually done is make everything worse than പക്ഷേ before. നീ സ്വാതന്ത്ര്യം തരാൻ വേണ്ടി പറഞ്ഞ് നീ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കുകയല്ലേ ചെയ്യുന്നത് മോശെ? Stop bothering us. അതുകൊണ്ട് നീ ഞങ്ങളെ കുറിച്ച് ഇത്ര വിചാരപ്പെടണ്ട. Leave the situation alone. ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേക്ക്. Okay. So now Moses says to God, he prays. ഇപ്പോൾ മോശ താൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഇപ്രകാരം പറയുന്നു. Moses says, God, even my own people will not listen to me. How will Pharaoh listen to me? ഇപ്പോൾ മോശ കരയുന്നത് കാണാം. എന്റെ സ്വന്തം ജനം പോലും എന്നെ അനുസരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഈ ഫറവോനെ അനുസരിക്കും? But as you know, eventually Pharaoh did listen to them.
Eventually, Pharaoh listened to them. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. പതുക്കെ പതുക്കെ ഫറവോൻ അവരുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിച്ചു. It took some time because he was very hard-hearted. ആമേൻ. അവിടെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി പോലും അവന് പതുക്കെ പതുക്കെ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. But eventually it happened. പക്ഷേ അത് പെട്ടെന്നല്ല സംഭവിച്ചത്. പതുക്കെ പതുക്കെ അവന്റെ മുമ്പിൽ വന്ന ഓരോ കാരണങ്ങളിലൂടെയാണ് അവന് മനസ്സിലായത്. And so that is your situation also. അതത്രേ പല സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. God makes a promise to you. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുന്നു. And it will happen. അത് ഉറപ്പായി സംഭവിക്കും. But sometimes some other things happen first. ആ വാഗ്ദത്തം സംഭവിക്കുന്നതിനേക്കാൾ മുമ്പേ മറ്റു പല കാര്യങ്ങളും നമുക്ക് വിഷമമുള്ള അല്ലെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങളായിരിക്കും ആദ്യം And we സംഭവിക്കുന്നത്. become discouraged. അത് കഴിഞ്ഞ് നിങ്ങൾ നിരാശപ്പെടരുത്. But we must remember the promise is still there. ആ സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ മറക്കരുത്. ആ വാഗ്ദത്തത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. God will still do what he said. കാരണം ദൈവം വിശ്വസ്തനായതുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകളെ അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. We must still be faithful. അവൻ വിശ്വസ്തനാണ്. Okay. We must be faithful because God will achieve. We will accomplish. കാരണം അവൻ വിശ്വസ്തനാകിയാൽ അവൻ പറഞ്ഞ വാക്കുകളെ നമ്മൾ കാണുക തന്നെ ചെയ്യും. നമുക്ക് ലക്ഷ്യം തന്നെ ചെയ്യും. Like the people told Joshua when Moses died, the people told Joshua, be strong and of good courage. അതുകൊണ്ടത്രേ മോശ മരിച്ചപ്പോൾ ദൈവം യോശുവയിലൂടെ ഇപ്രകാരം പറഞ്ഞത്, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഉറപ്പുള്ളവരായിരിപ്പിൻ, കാരണം അവൻ നമ്മോട് കൂടിയുണ്ടെന്നാണ് പറഞ്ഞത്. And God said that to Joshua. ആദ്യം ഈ വാക്കുകൾ ജനത്തോടല്ല യോശുവ പറഞ്ഞത്, യോശുവയോട് ദൈവം തന്നെയാണ് പറഞ്ഞത്. And then later the people said the same thing to him. അങ്ങനെ ആ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ തക്കവണ്ണം അവനോട് പറഞ്ഞ വാക്കുകൾ തന്നെ അവൻ ജനത്തെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നു. And so that's also us. അതന്നെ നമ്മുടെ ജീവിതത്തിലും to be strong and of good courage because God will accomplish what he said. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ഇപ്രകാരം തന്നെ പറയട്ടെ, ദൈവത്തിൽ നമ്മൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും, കാരണം ദൈവം വിശ്വസ്തനാവുന്നു. So God bless you all. It's good to be with you. ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി ആയിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ സ്വസ്ഥമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah.